ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. SIT ആണ് ചോദ്യം ചെയ്തത്. വിവരങ്ങളുമായി പ്രജിത് മോഹനനും ബി വിനീഷും ചേരുന്നുണ്ട്. ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്ന നിർണായക വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മണിക്കൂറിൽ വരുന്നത്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് മോഹനനും ബി വിനീഷും ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. എപ്പോഴായിരുന്നു ഈ ചോദ്യം ചെയ്യൽ? ശബരിമല സ്വർണ്ണ കവർച്ചയിലെ കിങ് പിൻ, ആ ദൈവതുല്യൻ കടകംപള്ളി സുരേന്ദ്രനാണോ? പത്മകുമാർ സഖാവിന്റെ തലപ്പത്തെ സഖാവ് കടകംപള്ളി സുരേന്ദ്രനാണോ? SIT ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതാ ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ സംരക്ഷണ കവചത്തിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രൻ പുറത്തായിരിക്കുന്നു. SIT ചോദ്യം ചെയ്തിരിക്കുന്നു. ശനിയാഴ്ചയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ നിർണായക ചോദ്യം ചെയ്യൽ. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഡി മണി അടക്കമുള്ള അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘം ഇതിന് പിന്നിലുണ്ടെന്ന ആ വാർത്ത, അതിന് പിന്നാലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആദ്യം മുതൽ പത്മകുമാർ പറഞ്ഞിരുന്ന ആ ദൈവതുല്യൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന്. പത്മകുമാർ പറഞ്ഞു അത് കടകംപള്ളിയാണെന്ന്. അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലടക്കം ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനനും ബിനീഷും ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഒരു നിർണായക നീക്കം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത്? എത്ര മണിക്കൂറാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടത്? ഒപ്പം നിർണായകമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ശ്രുതി, നിലവിൽ എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ പത്മകുമാറിന്റെ അടക്കം മൊഴികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും, അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ദേവസ്വം ബോർഡിലേക്ക് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കവർച്ചയുമായി കടകംപള്ളി സുരേന്ദ്രനെ ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ഈ ഘട്ടത്തിൽ അറിയില്ല, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അന്വേഷണത്തിന്റെ ഒരു ഭാഗമായി മൊഴിയെടുക്കാനെങ്കിലും വിളിച്ചു വരുത്തുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ, ഒപ്പം ഈ സ്വർണ്ണക്കവർച്ചയിൽ നേരത്തെ ദൈവതുല്യർ എന്നുള്ള പത്മകുമാറിന്റെ പരാമർശവും ഒക്കെ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടാണോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കടകംപള്ളിയെ ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുന്നത് വളരെ നിർണായകമാകുന്നത്. കടകംപള്ളിക്കൊപ്പം ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത് വീണ്ടും, അല്ലെങ്കിൽ ഈ സ്വർണം കൊടുത്തുവിടാനുള്ള, അല്ലെങ്കിൽ സ്മാർട്ട് ചെന്നൈയിലേക്ക് സ്വർണം കൊടുത്തുവിടാനുള്ള, സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള നീക്കമൊക്കെ നടത്തിയത് പ്രശാന്തിന്റെ കാലത്താണ് എന്നുള്ള വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായത് എന്നുള്ളതാണ്. എങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു കടകംപള്ളിയുടെ കാലത്താണ്, കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ശബരിമലയിലെ ഈ പറയുന്ന നിരവധി തവണയായി സ്വർണ്ണക്കവർച്ചകൾ ഉണ്ടാകുന്നത്. ഈ സ്വർണ്ണക്കവർച്ചകൾക്കൊക്കെ പിന്നിൽ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ വരുന്ന സംശയങ്ങളാണ്, അല്ലെങ്കിൽ വിമർശനങ്ങളാണ്. പ്രത്യേകിച്ച് കോടതി അടക്കം വലിയ സംശയങ്ങൾ പ്രകടിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്നതരായ വ്യക്തികൾക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ അറസ്റ്റിലായതിലേക്ക് അപ്പുറത്തേക്ക്, അവരിലും അപ്പുറത്തേക്കുള്ള ഉന്നതരായ വ്യക്തികളിലേക്ക് പോകണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശവും ഒക്കെ നിലനിന്നിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴിയെടുപ്പിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോകുമ്പോൾ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരാൾ, ഇപ്പോൾ ഒരു മുൻ ദേവസ്വം മന്ത്രി തന്നെ ഒരു സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരുന്ന സാഹചര്യം
വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. എന്തായാലും കടകംപള്ളി എന്ത് മൊഴി നൽകി എന്നുള്ളതും വളരെ നിർണായകമാകും. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിലടക്കം കടകംപള്ളി സുരേന്ദ്രന് എന്താണ് ഉള്ളത് എന്നത് വളരെ നിർണായകമാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴികളിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിക്ക് മുന്നിലേക്ക് വെച്ചത് എന്നതടക്കം നിർണായകമാകുക. അശ്വതി. തീർച്ചയായും പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല സർക്കാരിനും CPM-നും ഇത് നിർണായകമായൊരു ദിവസം കൂടിയാണ്. എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരു ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന്റെ ഈ സ്വർണ്ണ കവർച്ച ഈ ദേവസ്വം മന്ത്രിയിൽ മാത്രം നിൽക്കില്ല എന്നതിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത നൽകുകയാണ്. ഇപ്പോൾ വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കടകംപള്ളിയെ മാത്രമല്ല PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നു. ഇരുവരെയും ഒന്നിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്യൽ? ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തതായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെ ചോദ്യമാണ് ഉന്നയിച്ചത്, ഇതിൽ മുൻ മന്ത്രി ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മന്ത്രി എന്ന തരത്തിൽ ഇത്തരം സ്വർണ്ണക്കൊള്ള നടന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നിർണായകം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിലായിരുന്നു. പ്രധാനമായും ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിൽ പോലും നിലപാട് വ്യക്തമാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പിന്നിലുള്ള ഒരു ദുരൂഹത അത് മറനീക്കി പുറത്തു വരികയാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എത്തുമോ, അതോ ചോദ്യം ചെയ്യലിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണ സംഘം അവരെ ഒഴിവാക്കി നിർത്തുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ദേവസ്വം മന്ത്രിയെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ള മാറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇത് സർക്കാരിനും CPM-നും വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് ഈ മൊഴിയെടുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലും വളരെ സേഫായ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെല്ലാം മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നിലനിന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓടൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാർ, ദേവസ്വം മെമ്പർമാർ, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയപ്പോഴും കടകംപള്ളി ഇതിൽ നിന്നും ദൂരത്തിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നുള്ളത്. പക്ഷെ ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രിയുടെ ഇടപെടൽ ഇനി അറിയേണ്ടത് സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടോ എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിലും മൗനം പാലിക്കുന്നു. അതിലൊരു നിലപാട് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും പറയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ഇതിൽ മറ്റൊരു ദുരൂഹത നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ശനിയാഴ്ച ഇത്തരത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിൽ എന്തുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ, അല്ലെങ്കിൽ നിലവിൽ MLA കൂടിയായ ഒരു വ്യക്തി, ഒരു ജനപ്രതിനിധി ഇത് പൊതുസമൂഹത്തിനോട് പറഞ്ഞില്ല എന്ന ചോദ്യം. അപ്പോൾ ഈ മുൻ ദേവസ്വം മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പിന്നാമ്പുറത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മറനീക്കി പുറത്തു വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വലിയ തരത്തിലുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേകിച്ച് കോടതി തന്നെ പല ഘട്ടങ്ങളിലായി നിരീക്ഷണം നടത്തിയിരുന്നത് ഇത്തരത്തിലാണ്. മറ്റ് അന്താരാഷ്ട്ര ലോബികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ, ഈ സ്വർണ്ണക്കൊള്ള കടത്തുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ലോബികൾക്ക് ബന്ധമുണ്ടോ എന്ന സംശയം ഹൈക്കോടതി തന്നെ പല ഘട്ടങ്ങളിലും സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കടകംപള്ളി സുരേന്ദ്രന് അപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് അപ്പുറത്തേക്ക് ഈ ഒരു അന്വേഷണം പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ തെളിവുകൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാകുമോ എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട പ്രധാന വിഷയം. തീർച്ചയായും വിനീഷ്, അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഓരോ ദിവസവും ഓരോ പേരുകൾ പുറത്തു വരുന്നു. എന്നാൽ കടകംപള്ളിയുടെ പേര് ആദ്യം മുതൽ തന്നെ കേട്ടിരുന്നു. എന്നാൽ എപ്പോഴാകും ഈ ചോദ്യമുനമ്പ് കടകംപള്ളിക്ക് നേർക്ക് നീളുക എന്നതായിരുന്നു കേരളം കാത്തിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലിതാ
അതീവ രഹസ്യമായി ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്ന നിർണായക വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇനി ആരെ എന്നാണ് കണ്ടറിയുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു. മുൻ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പത്മകുമാറിന്റെയും വിജയകുമാറിന്റെ അടക്കം മൊഴികളിൽ മന്ത്രിക്കെല്ലാം അറിയാമായിരുന്നു. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ അത് ഈ കടകംപള്ളി സുരേന്ദ്രനാണോ? ആ ദൈവതുല്യനാണോ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്? എന്തായാലും വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുമോ? ഇദ്ദേഹത്തെ കേസിൽ പ്രതി ചേർക്കുമോ?